വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നൂഡിൽസ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഓംലെറ്റാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം കൂടെയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ആക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് നമുക്കിതിൽ നൂഡിൽസ് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള നൂഡിൽസ് ഇതാണ്. ഏത് നൂഡിൽസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ ഫ്ലേവർ നൂഡിൽസാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ചെറിയൊരു പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 2 പാക്കറ്റ് ടേസ്റ്റ് മേക്കറും, ഒന്ന് ചില്ലിയും പിന്നെ ഒരു ചിക്കൻ ഫ്ലേവറും, 2 ടേസ്റ്റ് മേക്കറും, ഒരു ഇതുപോലത്തുള്ള ഓനിയൻ ഫ്ലേവറിൻ്റെ ഒരു ഓയിലും ഉണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കിത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഇത് ആ ഓയിൽ ആദ്യം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് 2 പാക്കറ്റ് ടേസ്റ്റ് മേക്കർ ഉണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ചില്ലിയുടെ പാക്കറ്റ് ഇടണ്ട, ചിക്കൻ ഫ്ലേവർ മാത്രമായാലും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തിളപ്പിച്ചിട്ട് ഈ നൂഡിൽസ് നന്നായി സോഫ്റ്റായി വരുന്ന വരെ വേവിച്ചെടുക്കണം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ഇത് നന്നായി സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയിലേക്ക് ഒരു പകുതി സബോള, ചെറിയ സബോള ആണെങ്കിൽ ഒരു ചെറുത്, അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു പകുതി സബോള ചെറുതാക്കി എരിഞ്ഞതും, ഒരു 2 പച്ചമുളകും, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിയില, വേറെ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ ഒക്കെ ഇടാം. ഞാനിപ്പോൾ സബോളയും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഫ്രൈ പാൻ നന്നായി ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ചതുപോലെ നന്നായി ചൂടാക്കി എടുക്കുക. നെയ്യ് തന്നെ വേണമെന്നില്ല, ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിക്കുക. അപ്പോൾ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായി സൈഡൊക്കെ ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തിട്ട് നന്നായി ഒരേപോലെ ആക്കി എടുക്കുക. ഇനി ഇത് പകുതി ഒന്ന് വേവിച്ചെടുക്കുക. മുഴുവനും ഒന്ന് വേവാൻ നിൽക്കണ്ട. പകുതി വേവുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസിൻ്റെ പകുതി ഈ ഓംലെറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡിലേക്ക് മാത്രം ആക്കിയിട്ട്, മുഴുവനും പരത്തിട്ട് കൊടുക്കാണ്ട് ഒരു സൈഡിലേക്ക് മാത്രം ഇട്ട് ഇതുപോലെ ഒരു സൈഡ് മാത്രം ലെവൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് സൈഡിൽ നിന്നൊന്ന് ഇപ്പുറത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് ഇതുപോലെ കവർ ചെയ്ത് നൂഡിൽസിനൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായി ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സൈഡ് അടിഭാഗമൊക്കെ നന്നായി വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിഭാഗം വേവിച്ചെടുക്കുക. ഫ്ലെയിം കൂടിയാൽ പെട്ടെന്ന് കരിയും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ സൈഡ് അടിഭാഗം നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇതിപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഫില്ലിങ് ഉള്ളത് കാരണം, ഫില്ലിങ് ഇത്തിരി ഹെവി ആയത് കാരണം തിരിച്ചിടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ വേറെ ഒരു ചട്ടകം കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിൽ സൈഡിലൊക്കെ ഇതുപോലെ പുറത്തേക്ക് വരുന്നത് നമ്മൾ ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുത്ത ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്കുള്ള ഫില്ലിങ്ങിൽ കൂടെ വെച്ച് കൊടുക്കുക. ഒരു പാക്കറ്റ് കൊണ്ട് 2 ഓംലെറ്റ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പകുതിയായിട്ട് എടുത്താൽ ഇത് 2 ഭാഗം നന്നായി ഇതുപോലെ വേവിച്ചെടുക്കുക. നമ്മൾ മുട്ട മറിച്ചിടാണ്ടാണ് ഫില്ലിങ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് 2 ഭാഗം ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഉള്ളൊക്കെ നന്നായി ഒന്ന് വേവിച്ചെടുത്താൽ ഇപ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ചിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് 1-2 പീസായിട്ട് ഇതുപോലെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ ഞാൻ 4 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.